ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഫ്രൈഡ് റൈസ് ഒന്നും കഴിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് വെറും 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കേണ്ട. അപ്പോൾ അടിപൊളി ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 4 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നല്ലൊരു എഗ് ബുജ്ജിയുടെ പരുവത്തിൽ കിട്ടണം. അതുവരെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഏകദേശം എഗ് ബുജ്ജി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ക്യാബേജ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം, ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, പിന്നെ കുറച്ച് അരിഞ്ഞ ബീൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. കരിയാതെ ഇളക്കി എപ്പോഴും കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൽ ഞാൻ പൊരിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിച്ച ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും പൊരിച്ച് വെച്ച കോളിഫ്ലവറിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇഷ്ടമില്ലാത്തത് ചേർക്കണ്ട. എന്നിട്ട് വേവിച്ച് വെച്ച ബാസ്മതി അരി, ഇതൊരു 1/2 കിലോ അരിയുണ്ട്. 2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഈ സോസിലൊക്കെ നമ്മൾ ചേർത്ത് പോകുന്നത് നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയാണ്. 100 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിക്ക് അനുസരിച്ച് കൂടുതലും കുറച്ചും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സിങ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കുക്കാക്കി എടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യേണ്ടത്. എന്നാലേ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കരിയാതെ സൂക്ഷിക്കണം. നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. അപ്പം ഫ്രൈഡ് റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.